ഹലോ ഗൈസ്, ഇന്നൊരു സെഷൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യണം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ നമ്മൾ മസാലയൊക്കെ പുരട്ടി കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കണം. ഞാനിവിടെ ഒരു 1.5 മണിക്കൂറൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിനായിട്ട് ആവശ്യമുള്ള മസാലകൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് തൈര്, ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതും ഇടാം, പിന്നെ കുറച്ച് കോൺഫ്ലവർ പൊടി. എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഞാൻ ഇതെല്ലാം രാത്രിയാണ് കേട്ടോ റെഡിയാക്കി വെച്ചത്. രാത്രി മസാല എല്ലാം പുരട്ടി വെച്ച് അപ്പൊ രാവിലെ ആയപ്പോഴത്തേക്ക് നല്ല രീതിക്ക് ഒന്ന് സെറ്റ് ആയിക്കട്ടെ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഫ്രൈഡ് റൈസിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇടാം. കുറച്ച് വെളുത്തുള്ളി, ക്യാരറ്റ്, സവാള, ഗ്രീൻ ഓണിയൻ, ക്യാബേജ്, ക്യാപ്സിക്കം ഇതെല്ലാം കൂടി നല്ല രീതിക്ക് ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വഴറ്റാൻ നിൽക്കേണ്ട, ഒരു ഫ്രഷ്നെസ് നിൽക്കുന്ന രീതിയിൽ വഴറ്റിയാൽ മതി. എന്നിട്ട് കുറച്ച് മുട്ടയും കൂടെ ചിക്കൻ നമ്മൾ ഇതിനകത്തോട്ട് ഇടാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ചിക്കനും കൂടി ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ പാത്രം തികയൊന്നും തോന്നുന്നില്ല ഗൈസ്. ഇനി ആവശ്യമായിട്ടുള്ള സോസുകൾ ആദ്യം തന്നെ ഒഴിക്കുന്ന സോയാ സോസ് ആണ്. സോയാ സോസ്, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ നമ്മുടെ മെയിൻ സാധനം സെഷ്വാൻ സോസ്. ഇതിലോട്ട് സെഷ്വാൻ സോസും കൂടെ ആവശ്യത്തിനനുസരിച്ച്, സോസുകളൊന്നും ഓവർ ആവല്ലേ, എല്ലാ ആവശ്യത്തിന്, പിന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഓവർനൈറ്റ് കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന റൈസ് ആണ് കേട്ടോ ഇത്. ഈ റൈസ് ഇതിനകത്തോട്ടൊന്ന് മിക്സ് ചെയ്യാം. ഫ്രൈഡ് റൈസിന് എപ്പോഴും നൈറ്റ് കുക്ക് ചെയ്ത് വെച്ചിരുന്ന റൈസാണ് കേട്ടോ ബെറ്റർ. ഗൈസ്, ഈ റൈസ് എല്ലാം കൂടി ഈ പാത്രത്തിനകത്ത് തികയൂല എന്ന് മനസ്സിലായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിനകത്ത് എല്ലാം കൂടെ എടുത്തിട്ട് മിക്സ് ചെയ്ത് സംഭവം അടിപൊളിയായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പൊ